ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം അത്. ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമാ. അവൾ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു. 15 കൊല്ലം അവള് പ്രേമിച്ച് നടന്നു. 15 കൊല്ലം കഴിഞ്ഞപ്പോഴാ അവളുടെ വയസ്സിനേക്കാളും 18 വയസ്സ് മൂത്തതാണ് ഈ മുതലെന്ന് അവൾക്ക് പിടികിട്ടിയത്. എന്നാ പ്രേമാണ്! അവളേക്കാളും 18 വയസ്സിന് മൂത്തതാണ്. ഷീ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ ത്രെറ്റ്. ഭയങ്കരമാണ് പ്രശ്നം. എല്ലാവരും ഇങ്ങനെയാ. അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ എവിടെയെങ്കിലും ചെറുപ്പക്കാരോട് പറയുമ്പോ ആദ്യം തന്നെ പ്രേമം തുടങ്ങണേക്ക് മുമ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറയണമെന്ന്. ചതി പലയിടത്തുണ്ട്. അവള് പറയാ, അബോർഷൻ ചെയ്യാനൊക്കെ എന്നെ കൊണ്ടുപോയപ്പോ എന്നാ ത്രില്ലായിരുന്നെന്നാ. എന്നാ ത്രില്ല് എല്ലായിടത്തും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ RCCയിൽ പോയി പ്രസംഗം പറഞ്ഞ് തിരിച്ച് നമ്മുടെ എവിടേക്കാണ് ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടെത്തിക്കണ സമയത്ത് ഡ്രൈവർ പയ്യൻ പറയാ, എൻ്റെ അച്ഛാ, കഴിഞ്ഞ തവണ വന്ന് ഒരു ഡോക്ടർ ധ്യാനം കൂടി. അവര് മാനസാന്തരപ്പെട്ടു. ഒരു മലയാളി ഡോക്ടർ, ലേഡി ഡോക്ടറാ. അവര് മാനസാന്തരപ്പെട്ട് അവിടെ ഒരു കണക്ക് പറഞ്ഞു. അവര് പറയാ, ഒരു വർഷത്തിന്റെ ഇടയിൽ ഞാൻ 5000 അബോർഷൻസ് നടത്തിയിട്ടുണ്ടെന്ന്. 5000. ഒരു ക്രിസ്ത്യൻ ലേഡി ഡോക്ടർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല ആരും നിന്നെ സ്നേഹിക്കുക. നോ ബഡി ഈസ് അപ് ടു യുവർ എക്സ്പെക്ടേഷൻ. എല്ലാവരും ഈ ലോകത്ത് പറയണത് സ്നേഹമില്ല എന്നാ. അപ്പൻ അമ്മേനെ കുറിച്ച് പറയും, അമ്മ അപ്പനെ കുറിച്ച് പറയും. പറയാറില്ലേ, എൻ്റെ മോളെ, എൻ്റെ മോനെ, എന്തോരം കഷ്ടപ്പെട്ട ഈ ദുഷ്ടന് ഞാൻ കഞ്ഞി വെച്ചു കൊടുക്കണേ. അമ്മ പറയും, അയാളുടെ ഇറച്ചിയുടെ വേവാണ്, അയാളുടെ വെള്ളത്തിന്റെ ചൂടാണ്, അയാളുടെ മുളകാണ്, അയാളുടെ ഉപ്പാണ്, അയാളുടെ ടേസ്റ്റാണ്, എന്തോരം ഞാൻ സ്നേഹിക്കണേ. എന്നിട്ട് ഒരിറ്റ് സ്നേഹം നിന്റെ അപ്പൻ എനിക്ക് തന്നില്ല. അമ്മ പറയണത് അങ്ങനെയാ. അപ്പൻ പറയും, എൻ്റെ മോനെ, അവൾക്ക് ഭ്രാന്ത. ആർക്ക്? അമ്മയ്ക്ക്. എന്നെ പറ്റി? എൻ്റെ സ്നേഹത്തിന്റെ ആഴം കാണാൻ നിന്റെ തള്ളക്ക് കണ്ണില്ല. അതാണ് അപ്പന്റെ പരാതി. മക്കളെന്താ പറയാ? മക്കള് പറയും, അച്ഛനറിയാലോ, ഞങ്ങള് കുഞ്ഞായിരിക്കുമ്പോ ബേബി കെയറിൽ ഉണ്ടാക്കി, പിന്നെ കൊണ്ടുപോയി ക്രഷിലാക്കി, പിന്നെ കൊണ്ടുപോയി ബോർഡിങ്ങിലാക്കി, പിന്നെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കി, പിന്നെ കൊണ്ടുപോയി ലോഡ്ജിലാക്കി. ദുഷ്ടനപ്പൻ 3 വയസ്സുള്ളപ്പോ 3 ചക്രമുള്ള ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമേ തന്നിട്ടുള്ളൂ. ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ട് അച്ഛാ, അത്യാവശ്യമുള്ളത് മാത്രം തന്നിട്ടില്ല. സ്നേഹത്തിന്റെ പരാതിക്കാരെല്ലാവരും. പിള്ളേര് പറയും, ആവശ്യമുള്ളത് മാത്രം തന്നിട്ടുള്ളൂ, അത്യാവശ്യമുള്ളത് ഒട്ടും തന്നിട്ടില്ല. അതുകൊണ്ടാണ് അച്ചോ വല്ല ചെറുത്താന്മാരും കണ്ണുരുട്ടിയോ ഇറുക്കിയോ ഒക്കെ കാണിക്കുമ്പോ ഞങ്ങളിങ്ങനെ പിന്നാലെ പോണേ. ഭയങ്കര കഷ്ടമാ പിള്ളേരുടെ കാര്യം. പ്രായമായ അമ്മാമ്മമാരും അപ്പപ്പന്മാരും പറയും, ഞങ്ങളോട് ആർക്കും ഇഷ്ടമല്ല, ഞങ്ങളെ ആരും സ്നേഹിക്കണില്ല. ഞാനും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്കൊരു ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പൊ നിങ്ങളോടല്ലാണ്ട് ആരോടെ പറയാം. അച്ഛന്മാരാരെയും കാണാനില്ല. അത് ഭയങ്കര ലൈറ്റാ, മുൻവശം കട്ട പുകയാ, എനിക്കൊന്നും കണ്ടുകൂടാ. ഞാൻ ഭയങ്കര ലൈറ്റാ കണ്ണിലേക്ക് അടിക്കണേ. ഞങ്ങൾ അച്ഛന്മാർക്കൊരു ഭയങ്കര സങ്കടമുണ്ട്. ഞാനും ഇടയ്ക്ക് പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ലാന്ന്. പ്രത്യേകിച്ച് തല നരച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കണമില്ല. ആർക്കും ഇഷ്ടമല്ല അച്ഛന്മാരെന്ന് പറയും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ മക്കള് ഇഷ്ടം പോലെ അച്ഛന്മാരുടെ ശവസംസ്കാരത്തിനൊക്കെ പോയിണ്ടാവും. എനിക്ക് വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് എന്നെ. എന്താന്നോ, അച്ഛന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും നിലവിളിക്കേണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇത്ര വൃത്തികെട്ടവന്മാരാണ്. എന്തോരം നല്ല അച്ഛന്മാരുണ്ട്, എന്തോരം നല്ല അച്ഛന്മാർ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ചില അച്ഛന്മാരുടെയൊക്കെ പേര് പറഞ്ഞപ്പോ കൈ അടിക്കണമൊക്കെ ഞാൻ കേട്ടു. ആ അച്ഛനൊരു 80-85 വയസ്സായി മരിക്കട്ടെ, അപ്പൊ ഈ കൈ അടിച്ച് ആരൊക്കെ ഉണ്ടാവുന്നതാണ് അടുത്ത്. പോട്ടെ ജന്മം എന്നാ പലരും ചിന്തിക്കുള്ളൂ. നല്ല കോഴിയിറച്ചിയൊക്കെ തിന്ന് ജീവിക്കണ ജീവിതമാണ്, എവിടെയെങ്കിലും പോയി കിടക്കട്ടെ എന്ന് പറയുള്ളൂ. അല്ലാണ്ട് ആരാ സ്നേഹിക്കണേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അച്ഛന്മാര് മരിച്ച ചുമ്മാ ഒരു തമാശയ്ക്കാണെങ്കിലും ആർക്കെങ്കിലും ഒന്ന് കരഞ്ഞപ്പോ എന്താ കുഴപ്പം? ആരും കരയാറില്ല. തമാശയ്ക്ക് ചുമ്മാ ആരും കരയില്ല. അതേസമയം 24 മണിക്കൂറും കെട്ടിയോളുടെ പുറത്തിട്ട് ഡെക്ക, മദ്ദളം, തബല ഒക്കെ കൊട്ടണ കെട്ടിയവനായിക്കോട്ടെ, അവളുടെ കൂടെ അയാൾ എല്ലാ ദിവസവും കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും കളിക്കുന്നുണ്ട്. ഭാഷാപരത്തിൽ സ്തുതിപ്പ്, കൈവെപ്പ്, ശുശ്രൂഷ ഒക്കെ എല്ലാം പരിചയമുള്ളവരുണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. ഓക്കെ, എല്ലാവരും എല്ലാ തരത്തിലും എന്തുമാത്രം വേദനയാ അവൾക്ക് അയാൾ കൊടുക്കണേ. എന്നാലും അയാൾ മരിച്ചെടുക്കുമ്പോ ഈ പാവം നെഞ്ചത്തിടിച്ചോണ്ട് അലറണ കേൾക്കാം, പോയില്ലോ കർത്താവേ എന്നും പറഞ്ഞോണ്ട്. എന്ത് പോയി എന്ന് അവള് പറയണം? ഐ ഡോണ്ട് നോ.
ഈ സ്നേഹത്തിന്റെ കാര്യത്തില് 100 പരാതി. അച്ഛൻ പറഞ്ഞു വന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, there is nobody to love me. എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ, നിങ്ങൾ ഇത് മനസ്സിൽ കൊണ്ടു നടക്കണമെന്ന് അച്ഛന് അപേക്ഷയുണ്ട്. ഏത് കാലത്തായാലും ഇപ്പോഴായാലും എപ്പോഴായാലും യു ഷുഡ് റിമെമ്പർ ദാറ്റ് നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ മനസ്സിലാക്കാൻ, നീ ഇച്ഛിക്കുന്നത് പോലെ നിന്നെ ശുശ്രൂഷിക്കാൻ നിനക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കിട്ടൂല. ഇന്നലെ ഈ നേരത്ത് ഞാൻ ഒരുത്തന്റെ ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുക. ലാപ്ടോപ്പ് അവൻ പറയണത് അവൻ പ്രേമിച്ച പെണ്ണ് അവനെ ഇട്ടോണ്ട് പോയിന്ന 2.5 ലക്ഷം രൂപയുടെ ബെല്ല് അവൻ എനിക്ക് കാണിച്ചു തന്നു. പെൺകുട്ടികൾ അത്ര ഭീകരികളാണ്, എനിക്കറിഞ്ഞൂടാട്ടാ. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. നല്ല പിള്ളേരെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അവൻ പറയും 2.5 ലക്ഷം രൂപയുടെ ബില്ലുണ്ടച്ച അവളുടെ അക്കൗണ്ടിലേക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ കാശിന്റെ കണക്കാത്. ഇനി അച്ഛന്റെ ഫോട്ടോ കാണണം. കണ്ട ഫോട്ടോയുടെ കഥയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ബോധം വെള്ളിയാഴ്ചയും ചില നേരത്ത് ചിലർക്കൊന്നും ഇല്ലാണ്ട് പോവും. എന്തൊക്കെ ഫോട്ടോ ആണ്, ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു, മോനെ ഇത്രയും മതി, ഒരു വൈദികന്റെ കപ്പാസിറ്റിയുടെ മാക്സിമം ആയിട്ടുണ്ട്, ഇനി പോവല്ലേ എന്ന് പറഞ്ഞു. സത്യമായിട്ടും ചില ഫോട്ടോസൊക്കെ വന്നപ്പോഴേ ഏത് കഴുത്തിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോനെ നിർത്ത്, ഇനി കൂടുതൽ എനിക്ക് കൊണ്ടെത്തിക്കാൻ 5 എണ്ണം കഴിഞ്ഞോണ്ട് ഇനി ചെല്ലാൻ പറ്റുകയല്ല, നിർത്ത് നീ എന്ന് പറഞ്ഞു. അത്രമാത്രം ഭീകരമായ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് അവള് വളരെ വിദഗ്ധമായി വേറൊരുത്തന്നെ കണ്ടപ്പോ പോയി എന്നാണ് ഇവൻ പറയണേ. ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ പ്രതീക്ഷ അനുസരിച്ചല്ല നിന്നെ ആരും സ്നേഹിക്കുക. എന്റെ പൊന്നു മക്കളോട് ഈ ഒറ്റ കാര്യം അച്ഛന് പറയാനുള്ളൂ. അപ്പൻ സ്നേഹിക്കണില്ല എന്ന് പറയുന്നവര്, അമ്മ മനസ്സിലാക്കണില്ലെന്ന് പറയുന്നവര്, ഗുരുഭൂതര് അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നവര്, കൂട്ടുകാര് ചതിക്കണു എന്ന് പറയുന്നവര് ഒക്കെ ഓർക്കണം, നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ലോകത്ത് നിന്നെ സ്നേഹിക്കാൻ നിനക്കാരും ഉണ്ടാവില്ല. പക്ഷേ യവനുണ്ടല്ലോ, നിന്റെ കർത്താവ്, ഷുഡ് റിമെമ്പർ, ഇവൻ നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ഒരു ദൈവത്തിന്റെ താഴെ മാത്രമേ നിന്റെ ഏത് സ്നേഹബന്ധങ്ങളും രൂപപ്പെടാവൂ. കർത്താവിനെ ഒറ്റിക്കൊടുത്തും അവനെ തള്ളി പറഞ്ഞും ഈ ലോകത്തില് നീ എന്തെങ്കിലും സൗഹൃദങ്ങളൊക്കെ ആർജിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ പമ്പര വിഡ്ഢിയാവാൻ അധികം സമയമൊന്നും വേണ്ട. You should remember that. നിന്റെ ക്രിസ്തുവിനോളം, നിന്റെ തമ്പുരാനോളം നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് കുറെ ദൈവവിശ്വാസത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, ദൈവം നിന്നെ പള്ളി കൊണ്ടുപോയത്, ദൈവം നിന്നെ എൻ്റെ മുമ്പിൽ എത്തിച്ചത്, ദൈവം നിന്നെ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ അഭയം തേടാൻ നിർബന്ധിച്ചത് നിന്റെ മനസ്സിനെ ഈ വലിയ വേദന താങ്ങാൻ കരുത്തുള്ളതാക്കി മാറ്റാനാണെന്ന് നീ അറിയുക. നിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് മോനെ, ഇനി ആയാലും നീ ഓർത്തേക്കണം, ആരും നിന്നെ സ്നേഹിക്കില്ല. ഞാൻ സൗഹൃദങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ പ്രണയബന്ധങ്ങൾ വേണ്ടെന്നല്ല പറഞ്ഞത്. ദീസ് ഓൾ തിങ്സ് ഇറ്റ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കും. പക്ഷേ ഹൃദയത്തിൽ കൃത്യമായി എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്, കൃത്യമായി എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. നീ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല ജീവിതത്തിൽ ഒന്നും. നിന്റെ ദൈവം അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നവൻ. ഈശോ പറയണു, ഞാൻ നിന്റെ കൂടെ അവസാനം വരെ ഉണ്ടാവും. ആ ദൈവത്തിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോയി പോവരുത്, ഒരിക്കലും പോയി പോവരുത്. നിന്റെ ദൈവത്തെ അവസാനം വരെ നീ മുറുകെ പിടിക്കണം. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അച്ഛൻ മനസ്സിലാക്കണു, ജീസസ് യൂത്തിലൊക്കെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അധ്വാനിക്കുന്ന മക്കളാ എൻ്റെ മുമ്പിൽ. ഷുഡ് റിമെമ്പർ, നിന്റെ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവസാനം വരെ അവൻ ഉണ്ടാവുമെന്ന്. അവൻ ചെങ്കടലുകൾ പലതും നിന്റെ ജീവിതത്തിൽ മുറിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ജോർദാൻ കടക്കാൻ പോണ സമയത്ത് നീ പതറാൻ പാടില്ല. ജോഷുവയുടെ ജീവിതം നമുക്കറിയാം. ജോർദാന്റെ മുമ്പിൽ ചെന്നപ്പോ ജോഷുവ ഒരു നിമിഷം പകച്ചു നിന്നു. ഒരു നിമിഷം. പ്രശ്നങ്ങളും പ്രയാസങ്ങളുള്ള ജീവിതത്തിന് ഒരിത്തിരി ഊർജത്തിന് വേണ്ടി അച്ഛൻ പറയുക, ജോർദാന്റെ മുമ്പിൽ നിന്നപ്പോ ജോഷുവ ഇത്തിരി പകച്ചു. പക്ഷെ വചനം മനോഹരമായിട്ട് പറയണു, അവൻ പകച്ച് പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? അവന്റെ മനസ്സിലൊരു ചിന്ത വന്നു, മറ്റൊന്നുമല്ല, 40 വർഷം മുമ്പ് മോശ ചെങ്കടല് മുറിച്ചപ്പോ
അവനൊരു ട്രൗസർ ഇട്ട് മുമ്പിൽ ഓടിയതാ. മോശ ചെങ്കടല് മുറിച്ചപ്പോ ഒരു ട്രൗസർ ഇട്ട് മുമ്പിൽ ഓടിയവനാ ഈ ജോഷുവ. അവനാണ് ഇപ്പൊ ഇസ്രായേലിന്റെ നേതാവ്. അവൻ നിൽക്കുന്നത് ജോർദാന്റെ മുമ്പിലാ. അവൻ ഓർത്തു, ചെങ്കടലോളം വരില്ല ഒരു ജോർദാനും, ചെങ്കടലോളം വരില്ല ഒരു ജോർദാനും. ജോഷ പറഞ്ഞു ഇസ്രായേലിന്റെ പുരോഹിതന്മാരോട് വാഗ്ദാന പേടകവുമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, പറഞ്ഞ നേരം കൊണ്ട് ജോർദാൻ വറ്റി വരണ്ടു. തീർത്തും ഉണങ്ങി വരണ്ട പ്രതലത്തിലൂടെയാണ് അപ്പുറ കടന്നതെന്ന് നിത്യകാലം ഓർമ്മിക്കാൻ ജോഷുവ ജോർദാന്റെ നടുവിൽ നിന്ന് കല്ലെടുക്കണമെന്ന് ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെട്ടെന്നാ പറയുക. നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ഒത്തിരി ചെങ്കടലുകൾ കർത്താവ് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഭേദിക്കാനാവാത്ത ഒരു ജോർദാനും നമ്മുടെ മുമ്പിലില്ല. നല്ല ദൈവത്തെ സ്നേഹിക്കണം, അവൻ കൂടെയുണ്ടെന്ന് ഉറപ്പാക്കണം. പരിചയമുള്ള വഴിയിലെത്തുമ്പോൾ സുഖത്തിന്റെയും സമൃദ്ധിയുടെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഉത്സവങ്ങളിൽ മുങ്ങുമ്പോ ഇനി എനിക്കറിയാം എന്ന് പറയരുത്. യു ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി, സോ സീരിയസ്ലി. യു ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് സോ സീരിയസ്ലി. സത്യം പറഞ്ഞ ഇരിഞ്ഞാലക്കുട രൂപതയിലെ യുവജന കൺവെൻഷൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലല്ല നടത്തേണ്ടത്, RCCയിലോ അമല ഹോസ്പിറ്റലിലോ കൊണ്ടുവച്ച് നടത്തണം. എന്നിട്ട് എല്ലാവരും നിരനിരയായിട്ട് ആ ക്യാൻസറൊക്കെ പിടിച്ചു കിടക്കുന്ന രോഗികളുണ്ടല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് നടത്തി വിടണം. പുറത്തിറങ്ങുമ്പോഴേക്കും നിനക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും, നിന്റെ ദൈവത്തിന്റെ കാരുണ്യം. റിമെമ്പർ, and you don't take yourself so seriously. Take your God seriously, and then God will take you seriously. That's enough, more than enough. Amen. കരങ്ങൾ കൂപ്പി പിടിക്ക്, കരങ്ങൾ കൂപ്പി പിടിക്ക്.